ഹായ് ഹലോ. ഇന്നത്തെ യാത്ര നമ്മുടെ മോദിജി ഉദ്ഘാടനം ചെയ്ത ബാബ്സ് ഹിന്ദു മന്ദിറിലേക്കാണ്. അബുദാബിയിലെ ഏറ്റവും വലിയ ക്ഷേത്രമായ ബാബ്സ് ഹിന്ദു മന്ദിർ അബു മുറേക്ക മരുഭൂമിയിൽ 27 ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അബുദാബി ക്രൗൺ പ്രിൻസ് ഷേഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ കൊടുത്തിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതിനകത്തേക്ക് കയറാനുള്ള കുറച്ച് കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡയറക്റ്റ് പാർക്കിങ്ങിലോട്ടുള്ള കൺസ്ട്രക്ഷനാണെന്ന് തോന്നുന്നു നടക്കുന്നത്. ഇവിടെ സെക്യൂരിറ്റി നിന്ന് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് വിടുന്നുണ്ട്. ഇപ്പം പ്രീ ബുക്ക് ചെയ്തവർക്കാണെങ്കിൽ ഡയറക്റ്റ് ആ ടെമ്പിളിൻ്റെ അടുത്തോട്ടുള്ള പാർക്കിങ്ങിലേക്കും പോവാം. അതല്ലാത്ത ബുക്ക് ചെയ്യാതെ വന്നവർക്കാണെങ്കിൽ അവർ ഇപ്പുറത്തെ സൈഡിലോട്ട് ഡീവിയേറ്റ് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ അവിടെ കണ്ട കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബുക്കിംഗ് ഏരിയയിലോട്ട് ഡയറക്റ്റ് വണ്ടി ഡീവിയേറ്റ് ചെയ്ത് വിടാനുള്ള വർക്കും കാര്യങ്ങളാണെന്ന് തോന്നുന്നു നടക്കുന്നത്. നമ്മുടെ വണ്ടി നിർത്തി ചോദിക്കുന്നുണ്ട് ബുക്കിംഗ് ആണോ എന്ന്. നമുക്ക് മുമ്പേ കുറച്ച് ആൾക്കാരിവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അവർ ഇതെല്ലാവർക്കും കൂടെ ചേർത്ത് ബുക്ക് ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. അതുകൊണ്ട് പിന്നെ നമുക്ക് ടെമ്പിളിൻ്റെ അടുത്തോട്ടുള്ള പാർക്കിങ്ങിലേക്ക് തന്നെ നമ്മൾ പറഞ്ഞു വിട്ടു. പ്രീ ബുക്കിങ്ങിനുള്ള വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ ബുക്ക് ചെയ്തിട്ട് വരിക. 2024 ഫെബ്രുവരി 14 ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും മാർച്ച് 1 ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. ആ സമയത്തൊന്നും വന്നവർക്ക് ഇതേപോലെ ബുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഈ ബുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ പൊതുവേ ഞങ്ങൾക്ക് വന്നപ്പം അവർ സെക്യൂരിറ്റീസ് പറയുന്നത് ഇന്ന് തിരക്കൊന്നും ഇല്ലാത്ത ദിവസമാണെന്നാണ്. എന്നിട്ട് തന്നെ ഭയങ്കര ക്രൗഡാണ് അവിടെ. അപ്പോൾ നമുക്ക് വെയിലത്ത്, പിന്നെ ഇത് നമുക്കൊരു പറ്റിയ അബദ്ധമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്നതൊരു 10 മണി 11 മണി ആ ഒരു ടൈമിലാണ്. നല്ല വെയിലാണ്. അതേപോലെ തന്നെ ക്യൂ നിൽക്കുന്നതും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈവനിങ്ങിൽ ടൈമിൽ ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും ഏറ്റവും സൂപ്പർ. അത് ഈവനിങ് ഇവിടുത്തെ ആരതി ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കാണാൻ തന്നെ നല്ലൊരു വ്യൂ ആണ്. ലൈറ്റും കാര്യങ്ങളും. ഇത് പാർക്കിങ്ങിലുള്ള ആദ്യത്തെ ക്യൂ ആണ്. ഇവിടുന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ കാര്യങ്ങൾ ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് ഇവിടുന്ന് അകത്തോട്ട് വിടത്തുള്ളൂ. അവിടെ വീണ്ടും നമ്മൾ ക്യൂ നിൽക്കണം. അവിടുന്ന് സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ട് അകത്തോട്ട്. ഈ ബിൽഡിങ്ങിനകത്താണ് സെക്യൂരിറ്റി ചെക്കിങ്. നമ്മുടെ എയർപോർട്ട് ചെക്കിങ് പോലെ തന്നെ ഫുഡോ കാര്യങ്ങളോ ലൈറ്ററോ സിഗരറ്റോ ഇതെല്ലാം ബാൻ ചെയ്തിട്ട് അകത്തോട്ട് വിടണം. ഇതതിൻ്റെ എൻട്രൻസ് ആണ്. ചെക്കിങ് കഴിഞ്ഞിട്ട് നേരെ വന്ന് കാണുന്നത് ഈ ഒരു ഏരിയയാണ്. അവിടെ മലയാളത്തിൽ പല ഭാഷയിൽ ഐക്യം എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു വീഡിയോ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു വ്യൂ ആണ്. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. അവിടുന്ന് നേരെ നമ്മൾ നടന്നു പോകുന്നത് ടെമ്പിളിൻ്റെ ഫ്രണ്ട് ഏരിയയിലോട്ടുള്ള വ്യൂ ആണ് കിട്ടുന്നത്. നമ്മൾ വന്ന ദിവസം പൊതുവേ സെക്യൂരിറ്റീസ് പറഞ്ഞത് ഇവിടെ തിരക്ക് കുറഞ്ഞ ദിവസമാണെന്ന്. എന്നിട്ട് ഇത്രയും ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ ക്യൂ ഡയറക്റ്റ് കൊണ്ടുപോകുന്നത് ഈ ബിൽഡിങ്ങിനകത്തേക്കാണ്. അവിടെ വേണം നമുക്ക് ചെരുപ്പും കാര്യങ്ങളൊക്കെ ഊരി. അവിടെ ഒരു ഷെൽഫ് തന്നിട്ടുണ്ട്. ഷെൽഫിന് നമ്പരും കാണും. അപ്പം അമ്പലത്തിനകത്തുനിന്ന് തിരിച്ചിറങ്ങി വരുന്നവരെയും ഡയറക്റ്റ് ഡീവിയേറ്റ് ചെയ്ത് ഇതിനകത്തേക്ക് തന്നെ കൊണ്ടുവരും. അതാ ഇത്രയും ക്രൗഡ് ഇതിനകത്ത്. എടുക്കാൻ വരുന്നവരും ചെരുപ്പ് വെച്ചിട്ട് ഇറങ്ങാൻ നിൽക്കുന്നവരുടെ എല്ലാവരുടെയോടുള്ള ക്രൗഡാണ് ഇതിനകത്ത്.
ചെരുപ്പ് അവിടെ വെച്ച് നമ്മൾ നേരെ പുറത്തിറങ്ങുന്നത് ടെമ്പിളിൻ്റെ ഡയറക്റ്റ് ഫ്രണ്ട് വ്യൂ എൻട്രൻസ് ഏരിയയിലോട്ടാണ് പോകുന്നത്. ഇതിന് രജിസ്ട്രേഷൻ ചെയ്തിട്ട് വേണം വരാൻ. പിന്നെ തിങ്കളാഴ്ച ഓഫായിരിക്കും, ബാക്കിയുള്ള ദിവസങ്ങൾ വർക്കിംഗ് ആയിരിക്കും. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 8 മണി വരെ വർക്കിംഗ് ആണ്. അപ്പം 7:30 മുതൽ ആരതി, ദീപാരാധന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാണാൻ നല്ല വ്യൂ ആണ്. പക്ഷേ നമുക്കത് മിസ്സായി. നമ്മൾ ഉച്ച സമയത്താണ് വന്നത്, നല്ല വെയിലും ഉണ്ട്. അപ്പം ബുക്ക് ചെയ്യാതെയൊക്കെ ഉച്ച സമയത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ വെയിലത്ത് നിന്ന് നമ്മളൊരു പരുവാവും. അപ്പോൾ അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വേണം നമ്മളവിടെ നിന്ന് ഇറങ്ങാൻ. ബുക്ക് ചെയ്തിട്ട് ഇറങ്ങാനാണെങ്കിലും ഒരു ഈവനിങ് സമയത്ത് വരുവാണെങ്കിൽ വൈകിട്ടുള്ള ദീപാരാധനയും കാര്യങ്ങളൊക്കെ കണ്ട് ഇതിൽ ലൈറ്റ് ഇട്ടിട്ടുള്ള വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ വ്യൂ ആണ്. അതൊക്കെ കണ്ടിട്ട് പോകാൻ പറ്റും. സ്റ്റെപ്പ് കയറി വരുമ്പോഴേ ക്യാമറ റെസ്ട്രിക്ഷൻസിൻ്റെ ബോർഡുകളവിടെ ഉണ്ട്. അകത്തോട്ട് ക്യാമറ അലൗഡല്ല. ക്യാമറ അലൗഡല്ലാത്ത മെയിൻ കാരണം എനിക്ക് തോന്നുന്നത് അവർ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് വരുമ്പോഴേക്കും ഫുൾ ബ്ലോക്കാവും, അതുകൊണ്ടായിരിക്കണം. പുറത്ത് നമുക്ക് നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ അകത്തേക്ക് അവർ പറയുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫോട്ടോസ് ടെലഗ്രാമിലും ഇൻ്റർനെറ്റിലും എല്ലാം ഉണ്ട്, വെറുതെ ഫോട്ടോ എടുക്കേണ്ട, ടൈം വേസ്റ്റാണ്, നിങ്ങൾ കറങ്ങി കണ്ട് പ്രേയർ കഴിഞ്ഞിട്ട് ഇറങ്ങുക എന്നുള്ള രീതിയിലാണ് അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റീസ് എല്ലാം നമ്മളെ തള്ളി ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അകത്തെ വീഡിയോസ് ഒന്നും കിട്ടിയില്ല. അകത്ത് ഫുൾ വൈറ്റ്, ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള വൈറ്റ് മാർബിളിനകത്താണ് ഫുൾ കൊത്തുപണികളും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. അത് നല്ലൊരു വ്യൂ ആണ്. അതിനകത്തേക്ക് ലൈറ്റും എത്താത്തക്ക വിധത്തിലുള്ള ഒരു സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ വ്യൂ കാണാൻ സൂപ്പറാണ്. പിന്നെ പുറത്തുള്ളത് രാജസ്ഥാനിൽ നിന്നുള്ള പിങ്ക് സാൻഡ് സ്റ്റോൺ ആണ് പുറത്തുള്ളത്. അത് രണ്ട് കളറിലാണ് ചെയ്തിരിക്കുന്നത്. അകത്ത് വൈറ്റും പുറത്തൊരു പിങ്ക് ഒരു സാൻഡിൻ്റെ കളറുമാണ്. അമ്പലത്തിന് ചുറ്റും വെള്ളത്തിൻ്റെ ഫൗണ്ടൈൻ പോലെ കൊടുത്തിരിക്കുന്നതാണെന്ന് നമ്മൾ ആദ്യം വിചാരിച്ചത്. അത് 3 ഹോളി റിവർ, ഗംഗ, യമുന, സരസ്വതി, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നിട്ടുള്ള ഒരു ത്രിവേണി സംഗമം, അതും ഒക്കെയാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് വെള്ളത്തിൻ്റെ അതൊക്കെ കൊടുത്തിട്ടുള്ളത്. വൈകിട്ട് നടക്കുന്ന ദീപാരാധന, അതിൻ്റെ ആരതി ഒഴുക്കുന്നതും ഒക്കെ ഇതിനകത്താണ്. വൈകിട്ട് ഒരു 7:30 ആകുമ്പോൾ അത് സ്റ്റാർട്ടാവും. മൺഡേ ഹോളിഡേ ആണ്, ബാക്കി എല്ലാ ദിവസവും വൈകിട്ട് 7:30 അത് സ്റ്റാർട്ടാവും. ആ സമയത്ത് ഇവിടെ ഇരിക്കാനുള്ള ഗാലറി ആണ് ആ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴും വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുക, സ്കഫോൾഡിങ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇവിടെ ഒരുപാട് വർക്ക് ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. മൈന്യൂട്ടായിട്ടുള്ള വർക്കുകളൊക്കെ ഒരുപാട് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കൊത്തുപണി മെയിനായിട്ട് രാമായണം, മഹാഭാരതം, ശിവപുരാണം, ഇതിൻ്റെ സ്റ്റോറീസും കാര്യങ്ങളും എല്ലാമാണ് കൊത്തിയിട്ടുള്ളത്. അതുകൂടാതെ അറബിക് ട്രഡീഷനും ഈജിപ്ഷ്യനും നേറ്റീവ് അമേരിക്ക, മെസപ്പൊട്ടാമിയൻ അവ സിവിലൈസേഷൻ്റെ കുറേ കാര്യങ്ങളും ഇതിൻ്റെ സൈഡിലായിട്ട് കൊത്തിവെച്ചിട്ടുണ്ട്. ടെമ്പിൾ 2 ഫ്ലോറായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരെ സ്റ്റെപ്പ് കയറി മേളിലുള്ള അവരുടെ 7 മൂർത്തികളും അതൊക്കെ കണ്ടു കഴിഞ്ഞിറങ്ങുമ്പം താഴെ ആരതി ഹാളെന്ന് പറഞ്ഞിട്ടൊരു ഹാളുണ്ട്. അപ്പോൾ അതിലാണ് ഇപ്പോൾ ആർക്കെങ്കിലും പൂജയോ ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ നടക്കുന്നത് ആ താഴത്തെ ഹാളിലാണ്. അമ്പലത്തിന് ചുറ്റും കറങ്ങി കണ്ട് തിരിച്ചിറങ്ങുക. വലത്തെ സൈഡിലായിട്ട് കാണുന്ന ബിൽഡിങ്ങിനകത്താണ് ടോയ്ലറ്റ് കാര്യങ്ങളും സൗകര്യങ്ങളും അവിടെ സ്റ്റാളും എല്ലാം അതിനകത്താണ് ഒരുക്കിയിട്ടുള്ളത്. ഫോട്ടോസ് എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ ഒരുക്കിയിട്ടുണ്ട്. ട്രൈപോഡിനകത്ത് ക്യാമറാസൊക്കെ വേറെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഫോട്ടോസൊക്കെ വേണമെങ്കിൽ അവർക്ക് റിക്വസ്റ്റ് ചെയ്ത് അന്നേരം തന്നെ എടുത്ത് പ്രിൻ്റ് ചെയ്തെടുക്കാം. 7 എമിറേറ്റ്സിനെ സൂചിപ്പിക്കുന്ന 7 ഗോപുരങ്ങൾ
കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദൂരെ നിന്നുള്ള ഈ ഒരു വ്യൂ എടുത്തത്. അമ്പലത്തിൽ കയറി ഇറങ്ങുന്ന എല്ലാവർക്കും പ്രസാദവും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സൈഡിലായിട്ട് പ്രസാദവും വെള്ളവും. ഞങ്ങളെല്ലാവരും മുണ്ടൊക്കെ എടുത്തിട്ടാണ് പോയത്. അവിടെ നിർബന്ധമൊന്നുമില്ല, മുണ്ട് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. മുണ്ട് കൊടുത്തവരെയും കയറ്റും, മുണ്ട് കൊടുക്കാത്തവരെയും കയറ്റും. അതുകൊണ്ട് ആ ഒരു സംശയമൊന്നും ആർക്കും വെക്കേണ്ട കാര്യങ്ങളില്ല.